ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതിയുടെ പരോൾ അപേക്ഷ നിരസിച്ച് ഹൈക്കോടതി. എന്തുകൊണ്ട് TP കേസ് പ്രതികൾക്ക് മാത്രം നിരന്തരം പരോൾ ലഭിക്കുന്നുവെന്ന് ഹൈക്കോടതിയുടെ ചോദ്യം. 12-ാം പ്രതി ജ്യോതി ബാബുവാണ് പരോൾ അപേക്ഷ നൽകിയത്. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും. കൊച്ചിയിൽ നിന്ന് വിഷ്ണു, എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ കോടതി ഉന്നയിച്ച പ്രധാനപ്പെട്ട കാതലായ ചോദ്യങ്ങൾ? വിജയകുമാർ, ജോബിൻ സെബാസ്റ്റ്യന്റെ ബെഞ്ചാണ് ഈ പരോൾ ഹർജി പരിഗണിച്ചത്. 12-ാം പ്രതിയായ ജ്യോതി ബാബുവിന്റെ ഭാര്യയാണ് ജ്യോതി ബാബുവിന് 10 ദിവസത്തെ അടിയന്തര പരോൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകിയത്. മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കണം എന്നായിരുന്നു ആവശ്യം. പക്ഷേ ഹർജി പരിഗണിച്ച കോടതി പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഈ കേസിലെ പ്രതികൾക്ക് മാത്രം എങ്ങനെയാണ് ഇത്രയധികം പരോൾ ലഭിക്കുന്നത്, ഇവർക്ക് എന്താണ് പ്രത്യേകത, ഇവർക്ക് ലഭിച്ച പരോളുകളുടെ കാര്യങ്ങൾ അത് പരിശോധിക്കപ്പെടണം, അന്വേഷിക്കപ്പെടണം എന്നുകൂടി ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യന്റെ ബെഞ്ച് വ്യക്തമാക്കി. ഒപ്പം ഈ ബന്ധം ഈ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാനെന്നാണ് പെറ്റീഷനിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ആ ബന്ധം അത്ര അടുത്ത ബന്ധമല്ല. ആ പശ്ചാത്തലത്തിൽ സൂപ്രണ്ടിനോട് നിർദ്ദേശിക്കാൻ പോലും പറ്റുന്ന സാഹചര്യമില്ല. അതുകൊണ്ട് ഹർജി തള്ളുന്നു എന്നാണ് കോടതി വ്യക്തമാക്കിയത്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് നിരന്തരമായി പരോൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ നിയമസഭയിലടക്കം നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇതേ വിഷയത്തിൽ സമാനമായി കോടതി തന്നെ ചോദ്യം ഉന്നയിക്കുന്നത്. വിജയകുമാർ, എന്തുകൊണ്ട് TP കേസ് പ്രതികൾക്ക് മാത്രം ഇങ്ങനെ തുടർച്ചയായി നിരന്തരം പരോൾ ലഭിക്കുന്നു എന്ന ഹൈക്കോടതിയുടെ ചോദ്യം ഈ ഘട്ടത്തിൽ പ്രസക്തമാണ്. ഇതേ ചോദ്യം പ്രതിപക്ഷം നിയമസഭയ്ക്കകത്തും പുറത്തും പലതവണ ഉന്നയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ചോദ്യം കോടതി ചോദിക്കുകയാണ്, എന്തുകൊണ്ട് ഈ കേസിലെ പ്രതികൾക്ക് മാത്രം ഇങ്ങനെ പരോൾ ലഭിക്കുന്നു, അത് പരിശോധിക്കേണ്ട വിഷയമാണ് എന്നുകൂടി ഹൈക്കോടതി ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നു. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് മുൻ ദേവസ്വം മന്ത്രി SIT ചോദ്യം ചെയ്തത്. മുൻ ദേവസ്വം മന്ത്രി എന്ന നിലയിലാണ് SIT മൊഴിയെടുത്തത് എന്ന് കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലെ സ്പോൺസർ എന്ന നിലയിൽ അറിയാം എന്ന് കടകംപള്ളി സുരേന്ദ്രൻ മൊഴി നൽകി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉന്നതരിലേക്ക് അന്വേഷണം പോകാത്തതിനെതിരെ ഹൈക്കോടതിയുടെ അതൃപ്തി വിവാദമായിരുന്നു. പിന്നാലെയാണ് SITയുടെ നിർണായക ചോദ്യം ചെയ്യൽ നീക്കം. കഴിഞ്ഞ ശനിയാഴ്ചയാണ് കടകംപള്ളി സുരേന്ദ്രനെയും PS പ്രശാന്തിനെയും 2 മണിക്കൂർ ചോദ്യം ചെയ്തത്. SIT ഓഫീസിന് പുറത്തുവച്ചായിരുന്നു SP ശശിധരന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യൽ. ഇക്കാര്യം കടകംപള്ളി സുരേന്ദ്രൻ തന്നെ സ്ഥിരീകരിച്ചു. 2019 ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ ചോദിച്ചു, ഞാൻ അവരോട് പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയമുണ്ടെന്നാണ് കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴി. ശബരിമലയിലെ സ്പോൺസർ എന്ന നിലയിൽ മാത്രമാണ് പരിചയം. പോറ്റിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയില്ലെന്നും മൊഴി. ശബരിമലയിലെ മെയിൻ്റനൻസ് ജോലികൾ വകുപ്പ് അറിയില്ല, തീരുമാനമെടുക്കുന്നത് ദേവസ്വം ബോർഡാണ്. ഇക്കാര്യത്തിൽ വകുപ്പ് ഇടപെടലോ അറിവോ ഇല്ലെന്നും കടകംപള്ളി സുരേന്ദ്രൻ മൊഴി നൽകി. 2025 പാളികൾ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോകാനുള്ള നീക്കത്തെക്കുറിച്ചാണ് അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്തിൽ നിന്നും വിവരങ്ങൾ തേടിയത്. ദേവസ്വം രേഖകളെക്കുറിച്ചും പ്രശാന്തിനോട് വിവരങ്ങൾ തേടിയെന്നാണ് സൂചനകൾ. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ മന്ത്രിയും സംസ്ഥാന സമിതി അംഗവുമായ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തതോടെ CPM വീണ്ടും ശ്രദ്ധാകേന്ദ്രമാകുന്നു. ക്ഷേത്രകാര്യങ്ങളിൽ ദേവസ്വം ബോർഡാണ് തീരുമാനമെടുക്കുന്നതെന്നും മന്ത്രിക്ക് പങ്കില്ല എന്നുമാണ് പാർട്ടി നേതൃത്വത്തിന്റെ വിശദീകരണം. എന്നാൽ സ്വർണ്ണക്കൊള്ളയുടെ കേന്ദ്ര ബിന്ദുവായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള കടകംപള്ളി സുരേന്ദ്രന്റെ അടുത്ത ബന്ധമാണ് CPMനെ ബുദ്ധിമുട്ടിലാക്കുന്നത്. സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണം N വാസുവിനെയും A പത്മകുമാറിനെയും N വിജയകുമാറിനെയും കടന്ന് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്തുമ്പോൾ സമ്മർദ്ദമത്രയും CPIMന് മുകളിലാണ്. സ്വർണ്ണക്കൊള്ള പുറത്തായപ്പോൾ മുതൽ പ്രതിക്കൂട്ടിലായ പാർട്ടിയെയും സർക്കാരിനെയും കൂടുതൽ സംശയനിഴലിലാക്കുന്നതാണ് പുതിയ സംഭവ വികാസങ്ങൾ. കൊള്ള നടക്കുന്ന കാലത്ത് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ചോദ്യങ്ങൾ എത്തുമ്പോൾ എങ്ങനെ പ്രതിരോധിക്കണമെന്നറിയാത്ത ആശയക്കുഴപ്പമുണ്ട് CPIMന്. കേസിൽ ഇനി എന്തൊക്കെ കാര്യങ്ങൾ പുറത്തു വരുമെന്ന ആശങ്കയാണ് കാരണം. ഗവൺമെന്റ് കുറ്റവാളികളെ ആരെയും സംരക്ഷിക്കില്ല, അത് വളരെ കൃത്യമായ നിലപാടാണ്. തിരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ CPIM സംസ്ഥാന സെക്രട്ടറി ചേർന്ന ദിവസമാണ് കടകംപള്ളിയെ സ്വർണ്ണക്കൊള്ളയിൽ ചോദ്യം ചെയ്തത്. 3 ദിവസം മറച്ചുവെച്ച വിവരം ഇന്നാണ് പുറത്തു വന്നത്. ഇതും വിമർശിക്കപ്പെടുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും മെമ്പർമാരെയുമായി ബന്ധപ്പെടുത്തിയതിൽ കടകംപള്ളി സുരേന്ദ്രന് പങ്കുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ ദൈനംദിന കാര്യങ്ങളിലോ ക്ഷേത്രങ്ങളെ സംബന്ധിച്ച നയപരമായ തീരുമാനങ്ങളിലോ ദേവസ്വം മന്ത്രിക്ക് റോളില്ല. ദേവസ്വം ബോർഡിനാണ് പരമാധികാരം. ഇതാണ് സർക്കാരിന്റെ പിടിവള്ളി. ആരെയും SIT ചോദ്യം ചെയ്യേണ്ട, എല്ലാം ചോദ്യം ചെയ്യണം. എന്നാൽ സ്വർണ്ണക്കൊള്ളയുടെ കേന്ദ്രബിന്ദുവായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളിയും തമ്മിലുള്ള അടുത്ത ബന്ധം സർക്കാരിന്റെയും CPIMന്റെയും വാദങ്ങളെ തള്ളുന്നുണ്ട്. ഒരു മന്ത്രി അറിയാതെ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശബരിമലയിൽ ഉണ്ടായി എന്ന് ആര് വിശ്വസിക്കും? ഹൈക്കോടതി മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ കടകംപള്ളിക്ക് പിടിവീണാൽ CPIMന്റെ നില കൂടുതൽ പരുങ്ങലിലാകും. 24 തിരുവനന്തപുരം.
അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പത്മകുമാറിന് കുരുക്കായി ബോർഡ് അംഗത്തിന്റെ മൊഴി. സ്വർണ്ണപ്പാളികൾ പുതുക്കണമെന്ന് ദേവസ്വം ബോർഡ് യോഗത്തിൽ പറഞ്ഞത് പത്മകുമാർ എന്ന അറസ്റ്റിലായ എൻ വിജയകുമാർ. ഡി മണിയെയും കൂട്ടാളികളായ ബാലമുരുകൻ, ശ്രീകൃഷ്ണൻ എന്നിവരെയും ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി നീട്ടി. SIT സംഘം വിപുലീകരിക്കണമെന്ന ആവശ്യം ഹൈക്കോടതി അനുവദിച്ചു. എ പത്മകുമാറിന് കൂടുതൽ കുരുക്കാവുകയാണ് മുൻ ബോർഡംഗം എൻ വിജയകുമാറിന്റെ മൊഴി. സ്വർണ്ണപ്പാളികൾ പുതുക്കണമെന്ന ദേവസ്വം ബോർഡ് യോഗത്തിൽ പറഞ്ഞത് എ പത്മകുമാറാണെന്നാണ് അറസ്റ്റിലായ എൻ വിജയകുമാർ നൽകിയ മൊഴി. ദേവസ്വം രേഖകൾ തിരുത്തിയതിൽ എ പത്മകുമാർ, KP ശങ്കരദാസ്, എൻ വിജയകുമാർ എന്നിവർക്ക് തുല്യ പങ്കാണെന്ന് SITയുടെ റിമാൻഡ് റിപ്പോർട്ട് പറയുന്നു. അതേസമയം ഡി മണിയെയും ബാലമുരുകനെയും ശ്രീകൃഷ്ണനെയും ചോദ്യം ചെയ്ത് വിട്ടയച്ചു. 4 അഭിഭാഷകർക്കൊപ്പമാണ് ഡി മണി എത്തിയത്. ക്രൈംബ്രാഞ്ച് മേധാവി H വെങ്കടേഷ് തന്നെ നേരിട്ടെത്തിയാണ് ചോദ്യം ചെയ്തത്. 10 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം 3 പേരെയും വിട്ടയച്ചു. മൂവരും മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. ഇതിനിടെ പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി 14 ദിവസത്തേക്ക് കൂടി നീട്ടി. ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ പത്മകുമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇങ്ങനെ: നോക്കാം, അയ്യപ്പൻ നോക്കിയോളൂ. ഏതായാലും ശവന്തീനികളല്ല. ഇതിനിടെ SITയെ വിപുലീകരിക്കണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചു. 2 ഉദ്യോഗസ്ഥരെ അധികമായി ഉൾപ്പെടുത്താം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സന്നിധാനത്ത് റവന്യൂ സംഘം പരിശോധന നടത്തി. 24 തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ചേർന്ന CPI സംസ്ഥാന കൗൺസിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം. മുഖ്യമന്ത്രിക്ക് തെറ്റുപറ്റിയാൽ പറയാൻ ആരുമില്ല. മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകൾ ന്യൂനപക്ഷങ്ങൾ അകലാൻ കാരണമായി. തെരഞ്ഞെടുപ്പ് തോൽവിയേക്കാൾ ഇടതുമൂല്യങ്ങളിൽ നിന്നുള്ള വ്യതിചലനമാണ് പ്രധാന പ്രശ്നമെന്നും കൗൺസിലിൽ അംഗങ്ങൾ വിമർശിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിത തോൽവിയിൽ മുഖ്യമന്ത്രിയെയും CPM നേതൃത്വത്തെയും പ്രതിക്കൂട്ടിലാക്കുന്ന വിമർശനമാണ് CPI സംസ്ഥാന കൗൺസിലിൽ നടന്നത്. ജില്ലാ സെക്രട്ടറിമാരായിരുന്നു പ്രധാന വിമർശകർ. സർക്കാരിലും മുന്നണിയിലും CPIMന്റെ ഏകാധിപത്യമാണ് നടക്കുന്നത്. എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. നയപരമായ വിഷയങ്ങൾ പോലും സർക്കാരിലോ മുന്നണിയിലോ ചർച്ചയില്ല. മുഖ്യമന്ത്രിക്ക് തെറ്റുപറ്റിയാൽ തെറ്റാണെന്ന് പറയാൻ ആളില്ല എന്നതാണ് സ്ഥിതി. അത് മുഖ്യമന്ത്രിയുടെ മാത്രം തെറ്റല്ലെന്നും കൗൺസിൽ അംഗങ്ങൾ വിമർശിച്ചു. സമൂഹ മാധ്യമങ്ങൾ മുഴുവൻ മുഖ്യമന്ത്രിക്കും ഭരണത്തിനുമെതിരായ വിമർശനങ്ങളാണ്. ഇതിനെ പ്രതിരോധിക്കാനാകുന്നില്ലെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടി. ഭരണ നേതൃത്വത്തിന്റെ പ്രസ്താവനകളാണ് ന്യൂനപക്ഷത്തെ മുന്നണിയിൽ നിന്ന് അകറ്റിയതെന്നും വിമർശനമുണ്ട്. മുസ്ലിം ന്യൂനപക്ഷത്തെ ഇടതുപക്ഷത്ത് നിന്ന് അകറ്റുക എന്നത് UDFന്റെ അജണ്ടയായിരുന്നു. ഈ അജണ്ട എളുപ്പത്തിൽ നടപ്പിലാക്കാൻ ഭരണ നേതൃത്വത്തിന്റെ പ്രസ്താവനകൾ കാരണമായി. ജനങ്ങളെ സർക്കാരിനെതിരാക്കുന്ന പ്രവർത്തനം UDF നടത്തി. മുഖ്യമന്ത്രിയുടെ പല നടപടികളും അവരുടെ ജോലി എളുപ്പമാക്കിയെന്നും നേതാക്കൾ വിമർശിച്ചു. വാർഡ് വിഭജനം അടക്കമുള്ള കാര്യങ്ങളിൽ CPM ഏകപക്ഷീയമായി ഇടപെട്ടു. ജില്ലാതലം മുതൽ താഴേക്കുള്ള മുന്നണി യോഗങ്ങളിൽ ചർച്ചയില്ല. തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ്. തദ്ദേശ തോൽവിയേക്കാൾ പ്രധാനം ഇടതുമൂല്യങ്ങളിൽ നിന്നുള്ള വ്യതിചലനമാണ്. PMCയിൽ ഇടപെട്ടതുപോലെ പാർട്ടി നിലപാടുകൾ മുന്നണി യോഗത്തിൽ അറിയിക്കണമെന്നും ചർച്ചയിൽ ആവശ്യമുയർന്നു. വിമർശനങ്ങൾ ശരിവെച്ച സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രശ്നങ്ങൾ മുന്നണിയിൽ പറയുമെന്ന് ഉറപ്പ് നൽകി. R. ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. ഓഫീസ് കെട്ടിട വിവാദത്തിന് പിന്നാലെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇലക്ട്രിക് ബസ്സുകളിലും പോൺമുഖം തുറന്ന BJPയും CPMഉം. ഇലക്ട്രിക് ബസ്സുകൾ സിറ്റിക്കുള്ളിൽ മതിയെന്ന് തിരുവനന്തപുരം മേയർ VV രാജേഷ്. ലാഭവിഹിതം കോർപ്പറേഷന് കൂടി അവകാശപ്പെട്ടതാണ് എന്നും മേയർ 24നോട് പറഞ്ഞു. മേയറുടെ തീരുമാനത്തെ വിമർശിച്ച് മന്ത്രി V. ശിവൻകുട്ടി രംഗത്തെത്തി. നഗരസഭാ പരിധിക്കുള്ളിൽ ഓടേണ്ട സ്മാർട്ട് സിറ്റി ബസ്സുകളെ ചൊല്ലിയാണ് കോർപ്പറേഷനിലെ BJP ഭരണസമിതിയും CPIMഉം കൊമ്പുകോർക്കുന്നത്. സ്മാർട്ട് സിറ്റി ബസ്സുകൾ ഓടേണ്ടത് നഗരത്തിനുള്ളിലാണെന്നും നഗരസഭയിലെ 101 വാർഡുകളിലും ജനങ്ങൾക്ക് യാത്രാ സൗകര്യം വേണമെന്നും മേയർ VV രാജേഷ് 24നോട് പറഞ്ഞു. കരാർ പരിശോധിക്കുമെന്നും ലാഭവിഹിതം കോർപ്പറേഷനു കൂടി അവകാശപ്പെട്ടതാണെന്നും മേയർ. പീക്ക് അവേഴ്സിൽ ഈ ബസ്സുകൾ പൂർണ്ണമായിട്ടും പട്ടണത്തിലും അതിനുശേഷമുള്ള സമയങ്ങൾ ആവശ്യമാണെങ്കിൽ തൊട്ട് അടുത്തൊക്കെ ഉള്ള നഗരങ്ങളിൽ ഓടാമെന്നാണ് കരാറിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതോടൊപ്പം തന്നെ അതിൽ ഒരു വിഹിതം കോർപ്പറേഷൻ ലഭിക്കണമെന്നും അതിലുണ്ടെന്നാണ് ഉള്ളതാണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കേണ്ടതായിട്ടുണ്ട്. മേയറുടെ നിലപാടിനെ രൂക്ഷമായി വിമർശിച്ച മന്ത്രി V. ശിവൻകുട്ടി. നമ്മുടെ ഈ തിരുവനന്തപുരത്ത് തിരുവിതാംകൂറിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, പുത്തനച്ചി പുറപ്പുറം തോക്കും. അത്ര മാത്രമേ ഉള്ളൂ. തിരക്കുള്ള സമയം നഗരപരിധിക്കുള്ളിൽ തന്നെ ബസ്സുകൾ ഓടണമെന്നാണ് മേയറുടെ നിലപാട്. അല്ലാത്ത സമയം കുറച്ചു ബസ്സുകൾ നഗരത്തിന് പുറത്തേക്ക് വിട്ടുകൊടുക്കുന്നതിൽ തടസ്സമില്ലെന്നും കരാർ പരിശോധിച്ചതിനു ശേഷം ആവശ്യമെങ്കിൽ ഗതാഗത മന്ത്രിയുമായി ബന്ധപ്പെടുമെന്നും മേയർ വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം കോർപ്പറേഷൻ കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകിയതിൽ ക്രമക്കേടെന്ന് പരാതി. മുൻ കൗൺസിലർ ശ്രീകുമാർ വിജിലൻസിന് പരാതി നൽകി. കുറഞ്ഞ വിലയ്ക്ക് വാടകയ്ക്കെടുക്കുന്ന കെട്ടിടങ്ങൾ വൻതുകയ്ക്ക് മറിച്ചു നൽകുന്നു എന്നാണ് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം ശാസ്തമംഗലത്തെ ഓഫീസിൽ കൗൺസിലർ R. ശ്രീലേഖ പ്രവർത്തനം തുടങ്ങി.
നഗരസഭയിലെ കഴിഞ്ഞ ഭരണസമിതി കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകിയതിൽ വ്യാപക ക്രമക്കേടും അഴിമതിയുമുണ്ടെന്നാണ് മുൻ കൗൺസിലർ ശ്രീകാര്യം ശ്രീകുമാറിന്റെ പരാതി. കുറഞ്ഞ തുകയ്ക്ക് കെട്ടിടങ്ങൾ വാടകയ്ക്കെടുത്ത് വൻതുകയ്ക്ക് മറിച്ചു നൽകുന്നുണ്ട്. രേഖകൾ ഉൾപ്പെടെയാണ് ശ്രീകുമാർ വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകിയത്. അതേസമയം കോർപ്പറേഷന്റെ കെട്ടിടങ്ങൾ ദുരുപയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കണമെന്നും പുതിയ ഭരണസമിതിക്ക് അതിന് അവകാശമുണ്ടെന്നും മന്ത്രി വി ശിവൻകുട്ടി. നിയമവിരുദ്ധമായി എന്തെങ്കിലും കാര്യങ്ങൾ നഗരഭരണവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ പുതിയ നഗരസഭയ്ക്ക് അതെല്ലാം പരിശോധിക്കാനുള്ള അധികാരവും അവകാശവും ഒക്കെ തന്നെ ഉണ്ട്. പക്ഷെ നഗരസഭയ്ക്ക് എന്തൊക്കെ അധികാരമുണ്ട്, ഗവൺമെന്റിന് എന്തൊക്കെ അധികാരമുണ്ട്, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രഖ്യാപനം നടത്തുന്നവരൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തും ശാസ്തമംഗലം കൗൺസിലർ R ശ്രീലേഖയും തമ്മിലുള്ള തർക്കത്തിൽ തുടങ്ങിയതാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കെട്ടിട വിവാദം. രേഖകൾ പരിശോധിച്ച് മുന്നോട്ടു പോകാനാണ് BJP ഭരണസമിതിയുടെ തീരുമാനം. ഇതിനിടെ വിവാദ ഓഫീസിൽ കൗൺസിലർ R ശ്രീലേഖ പ്രവർത്തനം ആരംഭിച്ചു. ചെറിയൊരിടത്ത് സേവനം ആരംഭിച്ചെന്ന് R ശ്രീലേഖ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിച്ചു. ആത്മാർത്ഥതയുള്ള ഒരു ജനസേവകയ്ക്ക് ഇവിടെയും പ്രവർത്തിക്കാമെന്നും ഉച്ചവരെ 18 പേർ ഓഫീസിലെത്തിയെന്നും അവർക്ക് വേണ്ടി ഇടപെട്ടതിൽ സന്തോഷമുണ്ടെന്നും പോസ്റ്റിലുണ്ട്. 24 തിരുവനന്തപുരം. ആലപ്പുഴ ചെങ്ങന്നൂരിലെ ABVP പ്രവർത്തകൻ വിശാലിനെ കൊലപ്പെടുത്തിയ കേസിൽ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരായിരുന്ന മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു. മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ്. വിധി നിരാശാജനകമെന്നും അപ്പീൽ നൽകുമെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. 2012 ജൂലൈ 16-നാണ് ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിന് സമീപം കൊല നടന്നത്. നവാഗതരെ സ്വാഗതം ചെയ്യുന്ന പരിപാടിക്കിടെ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ വിശാലിനെ വെട്ടിക്കൊലപ്പെടുത്തിയെന്നായിരുന്നു കേസ്. 14 വർഷം നീണ്ട നടപടികൾക്ക് ശേഷമാണ് മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടുള്ള കോടതി വിധി. വിധിക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കാനാണ് പ്രോസിക്യൂഷന്റെയും ABVPയുടെയും തീരുമാനം. വളരെ നിരാശകരമായ ഒരു വിധി എന്നാണ് പ്രോസിക്യൂഷന് പറയാനുള്ളത്. കോടതി മുമ്പാകെ ഹാജരാക്കിയ തെളിവുകൾ പ്രതികൾക്കെതിരെ കുറ്റം തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അപ്പീൽ നൽകാനാണ് പ്രോസിക്യൂഷൻ നിർദ്ദേശിക്കുന്നത്. ഈ കേസിന്റെ മുഴുവൻ പ്രതികളെയും ശിക്ഷിക്കുന്ന തരത്തിലുള്ള വിധി വരുന്നതുവരെ മേൽക്കോടതിയെ സമീപിച്ചുകൊണ്ട് ശക്തമായി ABVP മുന്നോട്ട് പോകും. കെട്ടിച്ചമച്ച കേസ് എന്നാണ് പ്രതിഭാഗം അഭിഭാഷകൻ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പിയുടെ പ്രതികരണം. ഇപ്പം ഞങ്ങളുടെ ഈ ഒരു ടീം വർക്കായിട്ടാണ് ഈ കേസ് ഞങ്ങൾ നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാവരുടെയും പേര് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു ടീം വർക്കായിരുന്നു. കാരണം ഈ കേസിൽ ആദ്യം മുതൽ തന്നെ ഈ കേസ് ഫാബ്രിക്കേറ്റഡ് ആണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയത്. കാരണം സാക്ഷികൾ എല്ലാവരും തന്നെ, അതായത് മരുന്നിന് പോലും ഒരു BJP-കാരനല്ലാത്ത സാക്ഷിയില്ലായിരുന്നു. ആ വാക്കാണ് ഞാൻ ഉപയോഗിക്കാൻ. മരുന്നിന് പോലും. വിചാരണ കാലയളവിൽ കേസിലെ സാക്ഷികളായിരുന്ന KSU SFI പ്രവർത്തകർ മൊഴി മാറ്റിപ്പറഞ്ഞത് വിവാദമായിരുന്നു. 24 ആലപ്പുഴ. പത്തനംതിട്ട ചിറ്റാർ വില്ലൂന്നിപ്പാറയിൽ കിണറ്റിൽ വീണ കടുവയെ പുറത്തെത്തിച്ചു. 12 മണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിൽ വലയിലാക്കിയ കടുവയെ മയക്കുവെടി വെച്ചാണ് വനം വകുപ്പിന്റെ വാഹനത്തിൽ കയറ്റിയത്. പുലർച്ചെ 5 മണിയോടെ കിണറ്റിൽ എന്തോ വീഴുന്ന ശബ്ദം കേട്ട് വീട്ടുടമ നോക്കി. ആദ്യം മനസ്സിലായില്ലെങ്കിലും നേരം വെളുത്തതോടെ വീണ്ടും നോക്കിയപ്പോഴാണ് കടുവയെ കണ്ടത്. ഉടൻ നാട്ടുകാർ വിവരമറിയിച്ചു. 8 മണിയോടെ വനംവകുപ്പ് സംഘം സ്ഥലത്തെത്തി. പിന്നീട് മണിക്കൂറുകൾ നീണ്ട രക്ഷാദൗത്യം. ഒടുവിൽ 4 മണിയോടെ വനംവകുപ്പിന്റെ വലയ്ക്കുള്ളിൽ കടുവ കുടുങ്ങി. മയക്കുവെടി വെച്ച് കടുവയെ പുറത്തെത്തിച്ച് വാഹനത്തിൽ കയറ്റി. കടുവയ്ക്ക് ഏകദേശം 3 വയസ്സ് പ്രായമുണ്ട്. 200 കിലോയോളം തൂക്കമുള്ള കടുവയ്ക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്ന് റാന്നി DFO N രാജേഷ് പറഞ്ഞു. നിലവിൽ ഒരു ആരോഗ്യ പ്രശ്നമില്ല, ആരോഗ്യവാനാണ്. വെയിറ്റ് 150 മുതൽ 200 കിലോയുടെ അടുത്ത് വെയിറ്റ് കാണുന്നുണ്ട്. പ്രദേശത്ത് വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാണ്. കടുവ കൂട്ടിലായെങ്കിലും ആശങ്ക പൂർണ്ണമായി ഒഴിഞ്ഞിട്ടില്ലെന്ന് പ്രദേശവാസികൾ പ്രതികരിച്ചു. സന്തോഷമൊന്നും ആയിട്ടില്ല, പേടി തന്നെയാ. എല്ലാവർക്കും പേടിയാ, നാട്ടുകാർക്ക് മൊത്തം പേടിയാ. പേടിച്ചാണ് ഓരോ ദിവസം നേരം എണീറ്റ് വരുന്നത്. എന്തൊക്കെയാ സംഭവിക്കുന്നത് അറിയത്തില്ലല്ലോ. 2 ആഴ്ചക്കിടെ പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലയിൽ നിന്ന് പിടികൂടിയ 2ാമത്തെ കടുവയാണ് ചിറ്റാറിലേത്. 24 പത്തനംതിട്ട. ചിറ്റാറിൽ ജനവാസ മേഖലയിൽ നിന്ന് പിടികൂടിയ കടുവയെ അല്പസമയം മുമ്പ് തുറന്നുവിട്ടു. ഗവി വനമേഖല ഉൾപ്പെടുന്ന കൊച്ചുപമ്പ വനത്തിലാണ് ഈ കടുവയെ തുറന്നുവിട്ടത്. കടുവ പൂർണ്ണ ആരോഗ്യവാനാണ് എന്ന് വനം വകുപ്പ് അറിയിക്കുന്നുണ്ട്. എറണാകുളം ആലുവ പുളിഞ്ചോട് കവലയിലെ ആക്രിക്കടയിൽ
പടർന്നുപിടിച്ച തീ നിയന്ത്രണ വിധേയമായി. 90% തീ അണച്ചു എന്ന് അഗ്നിരക്ഷാസേന അറിയിച്ചു. തീ പടരാനുള്ള സാഹചര്യം ഒഴിവാക്കി എന്നാണ് അഗ്നിരക്ഷാസേനയുടെ വിശദീകരണം. തീപിടുത്തത്തിന്റെ ആകാശ ദൃശ്യങ്ങൾ 24 ലഭിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക്. പുതുവത്സരം പ്രമാണിച്ച് നാളെ സംസ്ഥാനത്തെ ബാറുകളുടെ പ്രവർത്തന സമയം നീട്ടി. ഡിസംബർ 31 ബുധനാഴ്ച ബാറുകളുടെ സമയം രാത്രി 12 മണി വരെയാണ് നീട്ടിയത്. വൈൻ പാർലറുകളുടെ ബിയർ ആൻഡ് വൈൻ പാർലറുകളുടെ സമയവും 12 മണി വരെ നീട്ടിയിട്ടുണ്ട്. ബെവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകൾക്ക് ഇളവ് നിലവിൽ ബാധകമല്ല. നടൻ മോഹൻലാലിന്റെ മാതാവ് ശാന്തകുമാരി അമ്മ വിടവാങ്ങി. 90 വയസ്സായിരുന്നു. എറണാകുളം എളമക്കരയിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം. മമ്മൂട്ടി ഉൾപ്പെടെ നിരവധി പേർ ആദരാഞ്ജലി അർപ്പിക്കാനെത്തി. മലയാളിക്ക് മോഹൻലാലിനെ സമ്മാനിച്ച മാതൃത്വം വിടവാങ്ങി. പ്രിയപ്പെട്ട ലാലുവിന് അമ്മയോടുള്ള സ്നേഹം ഓരോ ഘട്ടത്തിലും മലയാളി കണ്ടറിഞ്ഞതാണ്. അമ്മക്കുട്ടിയായിരുന്നു എക്കാലവും മോഹൻലാൽ. തൊണ്ണൂറാം വയസ്സിലാണ് അന്ത്യം. 14 വർഷമായി പക്ഷാഘാതം കാരണം ചികിത്സയിലായിരുന്നു. ചികിത്സാർത്ഥമാണ് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് താമസം മാറിയത്. 3 മാസം മുൻപ് രോഗം മൂർച്ഛിച്ചു. ഇന്ന് ഉച്ചയോടെ വീട്ടിൽ വെച്ച് അന്തരിച്ചു. കൊച്ചിയിലെ സിനിമാ ഷൂട്ടിലായിരുന്നു മോഹൻലാൽ. വിയോഗ സമയത്ത് ഭാര്യ സുചിത്ര അമ്മയ്ക്കൊപ്പമുണ്ടായിരുന്നു. വിയോഗ വിവരം അറിഞ്ഞ് മമ്മൂട്ടി, ജയസൂര്യ, രഞ്ജി പണിക്കർ, സംവിധായകരായ ഫാസിൽ, രഞ്ജിത്ത്, ജോഷി തുടങ്ങി സിനിമാ മേഖല എളമക്കരയിലെ വീട്ടിലേക്ക് ഒഴുകിയെത്തി. 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ആദരാഞ്ജലി അർപ്പിച്ചു. മൃതദേഹം ഇന്ന് രാത്രി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകും. മുടവൻമുകളിൽ നാളെ ഉച്ചയ്ക്ക് ശേഷം സംസ്കാരം. 24 കൊച്ചി. മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട തുറന്നു. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ഇ.ഡി. പ്രസാദ് നമ്പൂതിരി ശ്രീകോവിൽ തുറന്ന് ദീപം തെളിയിച്ചു. മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായ പ്രത്യേക പൂജകൾ നാളെ പുലർച്ചെ 3 മണിക്ക് തുടങ്ങും. ജനുവരി 14 മകരവിളക്ക്. ജനുവരി 11 എരുമേലി പേട്ടത്തുള്ളൽ നടക്കും. ജനുവരി 12 പന്തളത്ത് നിന്ന് തിരുവാഭരണ ഘോഷയാത്ര തുടങ്ങുന്നത്. മകരവിളക്ക് തീർത്ഥാടനം പൂർത്തിയാക്കി ജനുവരി 20 നടയടയ്ക്കും. തൊണ്ണൂറ്റിമൂന്നാമത് ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കമായി. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പതാക ഉയർത്തി. തീർത്ഥാടന സമ്മേളനം ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ ധർമ്മപതാക ഉയർത്തിയതോടെയാണ് ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കമായത്. ശ്രീനാരായണ ഗുരു ഇല്ലായിരുന്നുവെങ്കിൽ കേരളത്തിൽ നവോത്ഥാനവും സനാതനധർമ്മവും ഉണ്ടാകില്ലായിരുന്നുവെന്ന് തീർത്ഥാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. After so many years, our Narayana Guruji has taught us a great revolutionary thoughts, a spiritual thoughts that is inspiring the society even today, and it will be inspiring the society for many more years. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ഡോക്ടർ ശശി തരൂർ MP രചിച്ച പുസ്തകം ഉപരാഷ്ട്രപതി പ്രകാശനം ചെയ്തു. ശ്രീനാരായണ ഗുരു മഹാസമാധിയിലെത്തിയ ഉപരാഷ്ട്രപതി പുഷ്പാർച്ചന നടത്തി. തീർത്ഥാടനത്തിന്റെ ഭാഗമായി നടന്ന വിദ്യാഭ്യാസ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പങ്കെടുത്തു. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് മാറ്റം കൊണ്ടുവന്നില്ലെങ്കിൽ വൃദ്ധസദനങ്ങൾ മാത്രമേ ഉണ്ടാകൂവെന്ന് VD സതീശൻ പറഞ്ഞു. 24 തിരുവനന്തപുരം. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ശുഭരാത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.